ഈ നേരത്ത് എങ്ങോട്ടാ? ഞാൻ ഇപ്പൊ ഇങ്ങി വരാമേ. ഒന്നിതാ പുറത്തു പോയിട്ട് വരാം. ഇനിയിപ്പോ എങ്ങോട്ടെങ്കിലും ഒക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും സന്ധ്യയാവും. അതെങ്ങനെ സന്ധ്യയാവുന്നേ? ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ 5 അല്ലെങ്കിൽ 5:30 മുമ്പ് ഇങ്ങെത്തും. എങ്ങോട്ടാ ഇത്ര അർജന്റ് ആയിട്ട്? ലല്ലിയുടെ വീട് വരെ. ലല്ലി ഇന്ന് ഉച്ചവരെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞു വൈകുന്നേരം അവിടെ ചെല്ലുമെന്ന്. അവള് വെയിറ്റ് ചെയ്യും. ചെയ്തോട്ടെ. ഇന്നിനി നീ എങ്ങും പോണ്ട. നേര് പറ, നീ പോവാൻ തുടങ്ങുന്നത് ആ മനുഷ്യന്റെ അടുത്തേക്കല്ലേ? അതെ. എന്താ ഇത്ര അത്യാവശ്യം? ഞാനിന്ന് അവിടെ ചെല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ട് അദ്ദേഹം അവിടെ കാത്തിരിക്കും. ആ ഗിഫ്റ്റ് നീ വാങ്ങണ്ട. വാങ്ങും. 100 പ്രോഗ്രാംസ് ക്യാൻസൽ ചെയ്തിട്ടാണ് അങ്കിൾ അവിടെ എന്നെയും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ചെന്ന് ഗിഫ്റ്റും വാങ്ങി ഞാൻ അപ്പൊ തന്നെ ഇങ്ങ് തിരിച്ചു പോരാം. വേണമെങ്കിൽ അമ്മയും കൂടി ഒപ്പം പോന്നുള്ളൂ. ചെല്ലാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ശിപ്പ, നില്ലവിടെ. എടി നിൽക്കാൻ. അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞോ എന്നുപോലെ എനിക്ക് പേടിയാണ് പാർവതി. ശേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരു പ്രാവശ്യം അവൾ അയാളുടെ സ്ഥലത്ത് പോയിട്ടുണ്ട്. ആ, അവളും വാശിക്കാരിയാ. എന്റെ ലൈഫ് നശിപ്പിച്ച മനുഷ്യൻ എന്റെ മോളുടെയും ലൈഫ് കശക്കിയെറിയാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ എല്ലാം മോളോട് പറഞ്ഞാലോ? പറയരുത്. പറഞ്ഞാൽ അതവളുടെ ജീവിതം തകർക്കും. ഇപ്പോഴവൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു അച്ഛനില്ലെന്നേ ഉള്ളൂ. ജന്മം കൊടുത്തിട്ട് ഓടിപ്പോയ ഒരച്ഛൻ. അവൾ ആ വിശ്വാസവുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതങ്ങനെ നിന്നോട്ടെ. ഇത് വലുത് അവൾ അറിഞ്ഞാൽ, എങ്ങനെയെങ്കിലും അവളിൽ നിന്നത് പുറത്തു പോയാൽ ലോകത്തിന്റെ മുന്നിൽ അവളുടെ വിലയിടിയും. പിന്നെ ആളുകൾ അവളെ കാണുന്നത് ഏതോ ഒരു സിനിമാക്കാരന് ഏതോ ഒരു കേപ്പിലുണ്ടായ കുട്ടി എന്ന നിലയ്ക്കായിരിക്കും. അതവളുടെ മനസ്സ് തകർക്കും, ഭാവി തകർക്കും. നാട്ടുകാരുടെ മുൻപിൽ അയാൾക്ക് വേറെ ഭാര്യ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനത് അവളോട് പറഞ്ഞേനെ. ഇതിപ്പോ അവൾ ഒറ്റയാളിന് വേണ്ടി മാത്രം ഇത്രയും കാലം ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഹലോ 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 ഇല്ല, വൈകില്ല. മോള് വിശക്കുന്നോ മറ്റോ പറഞ്ഞാൽ മുറി തുറന്ന് ഭക്ഷണം കൊടുത്തേക്കണം. കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ശാഠ്യം പിടിക്കും. എന്നാലും പാർവതി പറഞ്ഞാൽ അവൾ അനുസരിക്കും. 5:30 അവിടെ എത്തുമെന്ന് ഞാൻ പ്രിൻസിപ്പലിനോട് പറഞ്ഞിരുന്നതാ. ഇവിടെ ഈ കൺഫ്യൂഷൻ എല്ലാം കാരണം ഇനിയിപ്പോ ആയമ്മയുടെ വായിരിക്കുന്ന കൂടി കേൾക്കേണ്ടി വരും. ഒരു 7:30 മുമ്പ് ഏതായാലും ഇങ്ങ് എത്തില്ലേ? അപ്പോഴെങ്കിലും ഇവിടുന്ന് തിരിച്ചെങ്കിലേ എനിക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. ഇപ്പൊ എത്തുന്നേ. കാര്യം പറഞ്ഞ് വിട്ടു കിട്ടിയാൽ 3/4 മണിക്കൂർ പോലും എടുക്കുകയില്ല.
ഒച്ചവെക്കരുത്. മോളിതൊന്നും അറിയാൻ പാടില്ല. മോൾക്ക് മോള് വെറുക്കുന്ന മോളുടെ അച്ഛൻ. മോൾക്ക് മോള് വെറുക്കുന്ന മോളുടെ അച്ഛൻ. പാർവതിയെ ഞാൻ അപ്പോൾ തന്നെ ആശ്രമത്തിലേക്ക് നിർബന്ധിച്ച് പറഞ്ഞയച്ചു. അവൾ ആ രാത്രി അവിടെ നിന്നാൽ അത് അവൾക്ക് തന്നെ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നി. മോള് കാണാതെ ആ ബുക്കുകളും ബാക്കി വന്ന ഒറ്റച്ചെപ്പലും ആ രാത്രി തന്നെ ഞാൻ കത്തിച്ചു കളഞ്ഞു. അന്ന് മോളോട് ചെല്ലാൻ പറഞ്ഞത് ആ ഗിഫ്റ്റ് കൊടുക്കാനാണെന്ന് അറിഞ്ഞപ്പോൾ മോളുടെ അച്ഛനാണ് ഞാൻ എന്ന് തുറന്നു പറയാനായിരുന്നെന്ന് മനസ്സിലായപ്പോൾ വീണ്ടും ഞാൻ അയാളുടെ മുൻപിൽ തോറ്റു. പിറ്റേന്ന് കാലത്ത് പത്രം കണ്ട് മോള് ഭ്രാന്തിയെപ്പോലെ അലമുറയിട്ട് കരഞ്ഞപ്പോൾ അവളെ സമാധാനിപ്പിക്കാൻ എനിക്ക് വല്ലാതെ പാടുപെടേണ്ടി വന്നു. അപ്പോൾ എനിക്ക് അവളോട് ശരിക്കും പാവം തോന്നി. ഭാഗ്യം കിട്ട കുട്ടി. നിങ്ങൾ പോകുമ്പോ ആ കത്തെടുത്തത് എന്തിനാണെന്ന് എനിക്കറിയില്ല. അപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തിരിച്ചെടുത്ത് ഓർക്കാൻ പോലും പറ്റുന്നില്ല. ഒരു പക്ഷേ കൊല്ലാൻ വേണ്ടി തന്നെ ആയിരിക്കണം എന്ന് കൂട്ടിക്കൊള്ളൂ. ഒരു ഭ്രാന്തൻ മൃഗത്തെ കൊല്ലുന്നത് പോലെ അയാളെ കുത്തി കുത്തി കൊല്ലാനുള്ള വെറുപ്പും വൈരാഗ്യവും സംഭരിച്ചുകൊണ്ടാണ് അന്ന് ഞാൻ അവിടെ ചെന്ന് കയറിയത്. പക്ഷേ ഞാൻ ചെല്ലുന്നതിന് മുൻപേ മറ്റാരോ എന്നേക്കാൾ മുൻപേ. സപ്പോസ് ആദ്യം നിങ്ങളാണ് അവിടെ എത്തിയെന്ന് വിചാരിക്കുക. ചെന്ന് കയറിയ വഴിക്ക് മോൾക്കുള്ള അച്ഛൻ്റെ ആ സമ്മാനപ്പൊതി കണ്ടെന്നും വെക്കുക. എന്തായിരിക്കും ഉണ്ടാവുക? ഐ മീൻ, അച്ഛനും മോളും മോളുടെ അമ്മയൊക്കെ തമ്മിലുള്ള ഒരു റീയൂണിയനായി അത് കലാശിക്കുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ആവുമായിരുന്നെങ്കിൽ എങ്ങനെയാവുമായിരുന്നു എന്ന് ചോദിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അമ്മക്ക് ഇതിനോട് നേരത്തെ പറയാമായിരുന്നില്ല അമ്മേ. മോളെ, അവര് പറയുന്നത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എവിടെയോ എന്തോ ഒരു ലൂപ്പ് ഹോൾ, ഒരൊറ്റ ലൂപ്പ് ഹോൾ ബാക്കി ഇട്ടിട്ടാണ് ആ സ്ത്രീ സംസാരിക്കുന്നത്. ഐ ഹാവ് മൈ ഓൺ ഡൗട്ട്സ്. ആ ഒറ്റ ലൂപ്പ് ഹോളും അയാളുടെ അവസാനത്തെ അപൂർണ നോവലിൽ നഷ്ടമാകുന്ന ആ വയറ്റിൽ കണ്ണിയും
സ്വന്തം മരണം എഴുതി വെച്ചതിന് അറം സംഭവിച്ചതുപോലെ കേസും അങ്ങനെ സംഭവിക്കില്ല. തോൽവിയുടെ മുഖം കണ്ട് ഫ്രസ്ട്രേറ്റഡ് ആകാൻ വേറെ ആളെ നോക്കണം. ആ 3 സ്ത്രീകൾക്കും ഈ മർഡറിൽ പങ്കുണ്ട്. 3 സ്ത്രീകളെന്ന് പറയുമ്പോ ഭഗിനി സേവാമയ്ക്ക്, നിന്റെ ഫ്രണ്ടിന്റെ അമ്മയ്ക്ക്, പിന്നെ നിന്റെ ഫ്രണ്ടിന് ശില്പയ്ക്ക്. ആ തള്ളേ മോളെ ഇന്ന് രാത്രി തന്നെ കസ്റ്റഡിയിൽ എടുക്കണം. പോലീസ് സ്റ്റേഷനിൽ വന്നാൽ മാത്രം മുഴുവൻ നേരും പറയുന്ന നിങ്ങൾ അത് രണ്ടും. ചേട്ടാ, ശില്പ അവളെ എനിക്ക് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ചെയ്യണം. അമ്മ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ക്രൂഷ്യൽ പോയിന്റ് ചിലപ്പോൾ ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് എനിക്ക് പോയിച്ചെടുക്കാൻ സാധിച്ചേക്കും. ആ സ്ത്രീ ഡീപ്പാണ്. എല്ലാ എവിഡൻസും എതിരാണെന്ന് അറിഞ്ഞിട്ടും അവരിപ്പോഴും ഒരു തുരുമ്പി പിടിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ്. ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് മാറി വേറൊന്ന് പറയാൻ കൂട്ടാക്കുന്ന ടൈപ്പ് അല്ല അവര്. മോള് കൊച്ചുവെണ്ണല്ലേ? പോലീസ് മുറയിൽ ശരിക്കുള്ള ഒരു ഒറ്റ ഇന്ററോഗേഷനിൽ ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് സത്യം പുല്ലുപോലെ പുറത്തു വരും. ശില്പയെ അറസ്റ്റ് ചെയ്യണ്ട ചേട്ടാ. വേണേൽ ഇവിടെ വിളിച്ചു വരുത്തി. പോരാ, പോലീസ് സ്റ്റേഷന്റെ ഭിത്തി കണ്ടാലേ ചിലർക്ക് സത്യം പറയാൻ നോക്കൂ. ആ കുട്ടിയെ വെറുതെ ഉപദ്രവിക്കുന്നത് കഷ്ടമാണ് ചേട്ടാ. എപ്പോഴും ചിരിച്ചു കാണുമെങ്കിലും ഉള്ളിൽ എപ്പോഴും കരയുന്ന പെണ്ണാണ് അവൾ. എനിക്കറിയുന്ന പോലെ വേറെ ആരും അവൾ അറിഞ്ഞിട്ടില്ല. നീ പറയുന്നത് നിന്റെ സെന്റിമെന്റ്സ്. എനിക്കത് കാണാൻ സാധിക്കില്ല. ഇപ്പൊ ഈ സ്റ്റേജില് ഭഗിനി സേവാമായി കസ്റ്റഡിയിലായെന്ന് കണ്ടപ്പോ അവരിൽ നിന്നെങ്ങാനും സത്യം ലീക്ക് ചെയ്താലോ എന്ന് ഭയന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ആലോചിച്ചുറച്ച 2 വേറെ വേറെ കഥകൾ പറഞ്ഞ് എന്നെ വഴിതെറ്റിക്കാനുള്ള ശ്രമത്തിലാണ് ആ സ്ത്രീയും മോളും. അത് നടക്കില്ല. ചേട്ടാ പ്ലീസ്, ദയവ് ചെയ്ത് ആ കുട്ടിയെ ലോക്കപ്പിലിടരുത്. ഒരൊറ്റ രാത്രി പോലീസുകാരുടെ കസ്റ്റഡിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ആ കുട്ടിയുടെ ലൈഫ് അതോടെ സ്പോയിൽഡ് ആകും. അവൾ അതിന് തക്കവണ്ണം ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ലെറ്റ് മീ ടെൽ യു സംതിങ്. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ദിസ് നൺ ഓഫ് യുവർ ബിസിനസ്. ചേട്ടാ പ്ലീസ്. അനി, ശില്പയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടൻ സ്റ്റേഷനിൽ വിളിക്കണ്ട. ആ മനുഷ്യന്റെ മരണത്തിന് കാരണം ഞാനാണ്. ശില്പയല്ലേ? ആന്റിയെ വിളിച്ചാലും മതി. അനിൽ എന്ന് പറഞ്ഞാൽ അറിയും. ശില്പ ഇവിടെ ഇല്ല. ഇതുവരെ എത്തിയില്ലേ? പുറത്തു പോകുന്ന എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ 5:30 ഷുവറായിട്ട് തിരിച്ചെത്തുന്ന ഇവിടെ ഇപ്പോഴില്ലാന്ന് പറഞ്ഞില്ലേ? ഉടനെ വരില്ലേ? എനിക്കറിയില്ല. അവളുടെ പ്രോഗ്രാംസ് ഒക്കെ എന്നേക്കാൾ നന്നായിട്ട് ഈടെ നിങ്ങളെപ്പോലുള്ളമാർക്കല്ലേ അറിയുന്നത്. എന്നോട് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ആ കുട്ടി ഇപ്പോഴേക്ക് മടങ്ങിയെത്തണം. വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യാം. വേണ്ട, എനിക്ക് എന്റെ ചില ഗറ്റ്സ് വരാനുണ്ട്. അതിന് ഞാനിവിടെ ഇരുന്നു വെച്ച് എനിക്കിത് ഇഷ്ടമല്ലാന്ന് പറഞ്ഞില്ലേ? ഇത് ഞാൻ ആ കുട്ടിക്ക് വേണ്ടി വാങ്ങിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. വരുമ്പോ ഞാൻ കൊണ്ടുവന്നാണെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചേക്കോ? സിനിമാക്കാരന്റെ ഗിഫ്റ്റ് ആകുമ്പോ അതുവരെ കോസ്റ്റ്ലി ഗിഫ്റ്റ് ആയിരിക്കും അല്ലേ? അത് വാങ്ങിയിട്ട് മോള് തിരിച്ചു വരാൻ സ്വല്പം വൈകിയാലും നിങ്ങൾക്ക് അതൊരു പ്രശ്നമല്ലാന്ന് മനസ്സിലായി. മറ്റുള്ളവരെ അറിയുന്നതാ പ്രശ്നം. എന്നോട് ആ കുട്ടി പറഞ്ഞിരുന്നു അവളിന്ന് വൈകിട്ട് അയാളുടെ അടുത്ത് പോകുമെന്ന്. പോകരുതെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ എങ്ങനെ പോകാതിരിക്കും? അമ്മ തന്നെ നിർബന്ധിച്ച് പറഞ്ഞയക്കുകയാണെന്ന് ഇപ്പോഴാ അറിഞ്ഞത്. മോളെ ഒരു കാശുകാരൻ ഒറ്റയ്ക്കിരിക്കുന്ന കോട്ടേജിലേക്ക് പറഞ്ഞയച്ചിട്ട് നാണമില്ലാതെന്ന് പറയുന്നു. വരാൻ ഇരുട്ടുമെന്ന്. 1000ന്റെ കെട്ടുകളും കൊണ്ട് മോള് തിരിച്ചു വന്നാൽ പ്രൊഫസർക്കായാലും പുളിക്കില്ലെന്ന് മനസ്സിലായി. ഷൗട്ട് ചെയ്യരുത്. പോളില്ല, ഇറങ്ങി പോകാനാ പറഞ്ഞത്. നല്ല കാശുണ്ടാക്കാം. പെണ്ണിന് പ്രായമേ വരുന്നല്ലേ ഉള്ളൂ. ഐ സേ യു ഗെറ്റ് ഔട്ട്. ഇരിക്ക്. മനസ്സിലായില്ല. എന്താ വേണ്ടത്?
ഒന്നുകിൽ കാര്യം പറയും, ഇല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യാതെ എഴുന്നേറ്റ് സ്ഥലം വിട്. ഞാനിവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നെ പർപ്പസ്ഫുൾ ആയിട്ട് ഇവിടെ വന്ന് കയറി ഡിസ്റ്റർബ് ചെയ്യാൻ വണ്ണം എനിക്ക് നിങ്ങളെ യാതൊരു പരിചയമില്ലല്ലോ. ഇല്ല, പക്ഷെ എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയാം. പണത്തിന്റെയും ഗ്ലാമറിന്റെയും മറവിൽ നിങ്ങൾ വച്ചെടുത്തുന്ന സകല കളികളും എനിക്കറിയാം. എഴുന്നേക്ക്. ഇറങ്ങണ വെളിയില്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജാട കാണിക്കാതെ പറഞ്ഞു തൊലച്ചിട്ട് പോ. അതല്ല കണ്ണി കണ്ട ഗുളിയോ പൊടിയോ ഒക്കെ അടിച്ച് കയറ്റിയിട്ട് ഷൈൻ ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു വന്ന് കയറിയതാണെങ്കിൽ കഴുത്തിന് പിടിച്ച് ഞാൻ പുറത്താക്കും. നിങ്ങളുടെ മുമ്പ് ഷൈൻ ചെയ്തിട്ട് എനിക്ക് പുല്ലും കിട്ടാനില്ല. ഇല്ലല്ലോ. ഇല്ല, ഞാൻ വന്നത് നിങ്ങളുടെ ബെഡ്റൂമിൽ കൊണ്ടിട്ടിരിക്കുന്ന ആ പെൺകുട്ടിയെ കാണാനാണ്. എനിക്ക് അവളോട് 2 വാക്ക് ചോദിക്കാനുണ്ട്. അത് ചോദിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. ബെഡ്റൂമിൽ കൊണ്ടിട്ടിരിക്കുന്ന പെൺകുട്ടിയോ? ഇവിടെ അങ്ങനെയൊന്നുമില്ല. അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ കയറി കണ്ടുപിടിച്ചോളാം. റൂമിനുള്ളിലേ കയറരുത്. കയറും. ഇല്ല, ഇത് എന്റെ സ്ഥലമാണ്, എന്റെ വീടാണ്. എന്റെ പെർമിഷനില്ലാതെ ഒരുത്തനും ഇതിനകത്ത് കാലെടുത്ത് വെക്കില്ല. വെക്കും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അവിടെ പുറത്തോട്ട് വിളിച്ചിറക്കിത്താ. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. നാണമുണ്ടോ മനുഷ്യൻ നിൽക്ക്? മോളാകാൻ പ്രായമുള്ള ഒരു പെണ്ണിനെ ഇറങ്ങി പോ പട്ടി.